ഹായ് ഫ്രണ്ട്സ്, വിപൂസ് ഇ ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഭാഗമായ കേരള നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25. അദ്ദേഹം ജനിച്ചത് എന്നായിരുന്നു? 1853 ഓഗസ്റ്റ് 25 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൊല്ലൂർ. എവിടെയാണ്? കൊല്ലൂർ. കൊല്ലൂരിലെ കണ്ണമ്മൂല എന്ന സ്ഥലത്താണ്. കൊല്ലൂർ കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ്റെ പേരെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി. വാസുദേവൻ നമ്പൂതിരി എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരെന്താണ്? നങ്ങമ്മ പിള്ള. അദ്ദേഹത്തിൻ്റെ ഭവനം ഉള്ളൂർക്കോട് വീട്. എന്താണ്? ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. 1892 ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത്. ചട്ടമ്പി സ്വാമിയുടെ ഗുരു ആരായിരുന്നു? ചട്ടമ്പി സ്വാമിയുടെ ഗുരു തൈക്കാട് അയ്യ സ്വാമികൾ. ആരായിരുന്നു? തൈക്കാട് അയ്യ സ്വാമികൾ. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സുബജട പാടികൾ. ആരായിരുന്നു? സുബജട പാടികൾ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികർ. ആരായിരുന്നു? സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന് പേര് നൽകിയത്? ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന് പേര് നൽകിയത് എവിടെ വെച്ചാണ്? എട്ടര യോഗത്തിൽ. എന്താണ് എട്ടര യോഗം? തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം? അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. എന്താണ്? കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി. എന്തൊക്കെയായിരുന്നു? ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ആയിരുന്നു ഷൺമുഖദാസൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആരെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് പറഞ്ഞത്. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ആരാണ്? ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ.
ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി. ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. നവമഞ്ജരി. ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം. ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളം. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതി ഏതാണ്? പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതി ഏതാണ്? പ്രാചീന മലയാളം. ഏതാണ്? പ്രാചീന മലയാളം. അവർണർക്കും വേദം പഠിക്കാം. എന്താണ്? അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? നോക്കിയാലോ. അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജനാന്ത വിലാസം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യൻ. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ്? ബോധേശ്വരൻ. ബോധേശ്വരനാണ് ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യൻ. ചട്ടമ്പിസ്വാമി സമാധിയായത് 1924 മെയ് 5. 1924 മെയ് 5 അദ്ദേഹം സമാധിയായത്. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മന. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം ഏതാണ്? ബാലഭട്ടാരക ക്ഷേത്രം. ബാലഭട്ടാരക ക്ഷേത്രമാണ്. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്? ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. 2014 ഏപ്രിൽ 30-നാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചു. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 15 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചു. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.